അപ്പോഴേ നമ്മൾ മെയിനോട് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ കാണിച്ചില്ല എന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ അത് തേച്ച് മിനിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടി കാണിച്ചത്. ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. മറ്റുള്ളവരെങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല, ഇവിടെ ചെയ്യണവരുണ്ടായിരിക്കാം, അതൊന്നും എനിക്കറിയില്ല. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇത് കുറച്ച് കട്ടിയുണ്ട്, എന്നാലും കുറച്ചിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കളിക്കും വേണം, അങ്ങനത്തെ ടൈപ്പ്. അല്ലാതെ ഉറപ്പുള്ള ഇത് അതിൽ കുറച്ച് പീസാൻ കിട്ടും. ഇതുപോലെ നമ്മൾ കിഴി പോലെ ഇങ്ങനെ ഇതുപോലെ ഈ ഭാഗം ഒരു ചുളുക്കൊന്നുമില്ലാതെ ഇങ്ങനെ എടുക്കും. ഇഷ്ടപ്പെടും. ഇതുണ്ടോ? സ്ലാബേ ഞങ്ങൾ ഉണ്ടാക്കിയാട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ട്. അതായത് ഈ മെയിനോട് കോൺക്രീറ്റ് ചെയ്യുന്ന ടൈം തന്നെ അതിനുള്ള ഒരു മുമ്പടി അടിച്ച് വെച്ചിട്ട് അപ്പോൾ തന്നെ കോൺക്രീറ്റ് ഒരു പരിപാടി വെച്ചാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇടാൻ പറ്റും. മെയിനോട് റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, പെട്ടെന്ന് പരിപാടി ചെയ്യും. പക്ഷേ ഈ വീട്ടുകാർ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല, മെയിനോളൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ചില പൈപ്പുകൾ നമ്മൾ വിചാരിച്ച മാതിരി മെയിനോളിനകത്ത് കുത്തിക്കാൻ കഴിയില്ല. അങ്ങനെ വളർത്തി തിരിച്ച് കൊണ്ടുവരുമ്പോൾ അത് ബ്ലോക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ ഇതായതിനെ കൊണ്ട് അത്ര വലിയ ചിലവ് വരില്ല. ആ മെയിനോൾ അങ്ങനെ അത്ര തന്നെ ചിലവൊന്നും വരില്ല. മെയിനോളായാലും വെറുതെ വെച്ചിട്ട് മണ്ണിട്ട് മൂടാൻ പറ്റില്ല. അതായാലും അടി കോൺക്രീറ്റൊക്കെ ചെയ്യണം. ഇതാകുമ്പോൾ ഒറ്റയ്ക്ക് പരിപാടി ചെയ്യും.